മരിക്കാൻ നേരത്ത് ചിന്തിക്കുക, ദൈവമേ, എന്റെ മൂത്ത മകൻ യോസേഫ് 9 വയസ്സ്, ഒരു പ്രാപ്തിയായില്ല. ഇപ്പൊ പ്രസവിച്ച കൊച്ചു ബെന്യാമീൻ ചോരക്കുഞ്ഞ്, ഞാൻ മരിക്കാൻ പോവുക. എന്റെ ചേട്ടത്തി ലേയായിയുടെ പിള്ളേർക്ക് നല്ല അവകാശങ്ങളെല്ലാം ലഭിച്ചു. ലേയായിക്ക് ആദ്യം 4 പിള്ളേര് ജനിച്ചു, കലാപുലി പോലെ, രൂബേനും ശിമിയോനും ലേവിയും യഹൂദയും. ഇസ്രായേലിലെ പദവികളുണ്ട്, 27 കൂട്ടം പദവി. ഇരട്ടിപ്പങ്ക്, പുത്രത്തൻ, രാജ്യത്തൻ, കുടുംബനായകൻ, ജനനായകൻ, തലയെക്കെട്ട്, തലമുടി, വടി, മോതിരം, മോതിരച്ചരട്, മുദ്രമോതിരം, ഇങ്ങനെ പദവികളുണ്ട്. ആ പദവികളിൽ ലേയായിയുടെ പിള്ളേർക്ക് നല്ല പദവി 4 പോയി. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമിയോന് പ്രഭുസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. ഇത് ലേയായിയുടെ പിള്ളേർക്ക് പോയി. അപ്പൊ നല്ല പദവികളെല്ലാം ലേയായിയുടെ പിള്ളേർക്ക് പോയി. എവിടെ മൂത്ത മകൻ യോസേഫ് 9 വയസ്സ്, ഒരു പദവിയില്ല. ഇപ്പൊ ജനിച്ച കൊച്ച് ബെന്യാമീൻ ചോരക്കുഞ്ഞ്, റാഹേലും മരിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് അവിടെ ഒരു പദം, അവർക്കില്ലായികയാണ്. തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പദവി, നല്ലൊരു അവകാശവും പദവി ഇല്ല. പുള്ളിക്കാരി മരിക്കാൻ തുടങ്ങുക. അപ്പൊ എവിടെ ചിന്ത, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയും എന്തേലും ഒക്കെ പിന്നെ ഒക്കെ ഒപ്പിക്കും. അതിന് അമ്മാമ്മയ്ക്ക് നല്ല മിടുക്കാം. ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്നാൽ ആരെയും കമത്തി അടിച്ച് എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കാം. പക്ഷെ മരിക്കാൻ പോവല്ലേ. അപ്പൊ അതിന്റെ നടുവിൽ ഈ റാഹേല് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. ഇവക്ക് മനസ്സിലായി മരിക്കാൻ പോവുക, കുഞ്ഞുങ്ങൾക്ക് അവകാശമില്ല, അവർക്കൊന്നുമില്ല, മരിക്കാൻ പോവുക. അപ്പോൾ റാഹേല് അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു, കരഞ്ഞു, വിലപിച്ചു, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. റാഹേലിനെ പറ്റി പഠിക്കുന്നത് അല്പ അഹങ്കാരിയായിരുന്നെന്ന്. അല്പമല്ല, നന്നായിട്ട് അഹങ്കാരം, നല്ലതുപോലെ അഹങ്കാരം ഉണ്ടായിരുന്നില്ല റാഹേൽ. ഒന്നാമത്തെ കാര്യം, ഈ സൗന്ദര്യം ഉണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. ലേയാമ്മയുടെ കണ്ണ് അത്ര നല്ലതല്ല, ഇവിടെ കണ്ണ് നല്ല മാൻമിഴിയ. പിന്നെ അല്പം നല്ല കാണാനൊക്കെ റാഹേലിനൊക്കെ കൊള്ളാം. തന്നെയല്ല, ഭർത്താവ് യാക്കോബിനും അമ്മാമ്മയോടാ കൂടുതൽ താല്പര്യം. അപ്പനും വലിയ തൃപ്തിയാണ്. അതുകൊണ്ടാണല്ലോ ലേയ അനിഷ്ടയെന്ന് കണ്ടത്. തന്നെയല്ല, റാഹേലിനെ പറ്റി വായിക്കുന്നത് മരുക്കമില്ലാത്ത പശുക്കിടാവെന്ന ഒരു മരുങ്ങുകയല്ല. ഈ കിടാവിന് നല്ലതാന്തേലും മരുക്കമുണ്ടേലും ഇല്ലേലും മൂക്ക് കയറിടണം. ഇത് റാഹേൽ സമ്മതിക്കുകയല്ല. ഒരു കീഴ്വഴക്കമില്ല, താഴാഴ്മയില്ല, വിനയമില്ല. ഇപ്പോഴൊക്കെ നിങ്ങൾ ചില വീടുകളിൽ ചെത്തിച്ച് കൊച്ചു പെൺപിള്ളേരുണ്ടെങ്കിലും പ്രായമുള്ളവരെ ബഹുമാനിക്കത്തില്ലല്ലോ. മൊബൈലുമായിട്ട് വരുമ്പം അപ്പന്റെ കാല് നീണ്ടിരിക്കാന്ന് ഒറ്റയടിക്കാ കാല് മടക്കുന്നത്. അപ്പം പിന്നെ കാല് വേണേ. മൂത്തവരിയ്ക്കുന്നതിന്റെ ഒരു ബഹുമാനം ഇല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പണ്ട് പ്രായമുള്ളവർ മൂത്തവർ വീട്ടിലുണ്ട്, പതുക്കുക സംസാരിക്കുന്നത്. ഇപ്പം നേരെ തിരിച്ചു, മൂത്തവർ പതുക്കുക, മിണ്ടരുത്, ബ്ലസ്സി അപ്പുറമുണ്ട്. നേരെ തല തിരിഞ്ഞല്ലോ. അപ്പൊ റാഹേല് മരുക്കമില്ലാത്ത പശുക്കിടാവെന്ന അഹങ്കാരിയായിരുന്നു. ഇതിനൊരു തെളിവ് തരാം. അഹങ്കാരത്തിന്റെ കൂടുതലുണ്ട്. ഇവൾ ഒരിക്കൽ യാക്കോബിനോട് പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നില്ലേ, ഞാൻ ചാവുമെന്ന്. നീ എനിക്ക് മക്കളെ തന്നില്ലേ, ചാവും. ആത്മഹത്യാ ഭീഷണി. ചില സ്ത്രീകളെ ഭർത്താക്കന്മാരെ പേടിപ്പിക്കും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അകത്തോട്ട് കയറി കഥക്ക് വലിച്ചോട കുത്തി കിട്ടും. അവൻ വെളിയിൽ നിൽക്കി അന്തം വിട്ട്, ദൈവമേ. അവൻ ചെന്ന് സൂസി 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 സൂസി. ആരുടെ കൂസി? ജനലിൽ ചെന്ന് അടച്ചപ്പം ജനലും അടച്ച്, കർട്ടനും വലിച്ചിട്ട് അവൻ പെരയ്ക്ക് ചുറ്റും പട്ടി നടക്കും പോലെ നടക്കുക. രാത്രി 12:30. എന്നാ ചെയ്യും? അവനാദ്യം എടുത്തിരിക്കുക. എന്നിട്ട് അവള് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. അങ്ങനൊക്കെ നീ ഭർത്താക്കന്മാരെ എങ്ങാനും പീഡിപ്പിച്ചാൽ അടിച്ച് നിന്റെ ചെരിയാക്കും ദൈവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടായി ഇപ്പൊ എന്നോട് പറയണം. സ്വോത്രം, ഹല്ലേലൂയ. ഭർത്താവിനെ ബഹുമാനിക്കണം, കീഴ്പ്പെടണം, സ്നേഹിക്കണം. ഭർത്താവ് തിരിച്ചും ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, ബഹുമാനം കൊടുത്തോണം. ഭീഷണി മുഴക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കിണറ്റി ചാടാൻ അങ്ങോട്ട് ചെന്ന് പൊത്തോന്ന് വീണ് അവനും എടുത്ത് ചാടി. അവൻ ചാടിയപ്പോ അവള് കല്ലിട്ട് ചപ്പലോട്ട് മാറിയതാ. പെണ്ണമ്മ ചാടിയെന്ന് പറഞ്ഞ അവനെടുത്തൊരു ചാട്ടം. ചോദിപ്പം മുഴുത്തൊരു കല്ല് കിടപ്പുണ്ട്. അവളപ്പുറം കൂടെ പോയി തക്ക വീട്ടിൽ പോയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? പാടില്ല, തിരിച്ചും പാടില്ല. ദൈവത്തിന് മഹത്വം.
റാഹേൽ ഭീഷണിപ്പെടുത്തുക, നീ എനിക്ക് മക്കളെ തന്നില്ല, ഞാൻ മരിച്ചു കളയും, ചാകും, ആത്മഹത്യ. ദൈവകുഞ്ഞുങ്ങൾ, ആത്മഹത്യ ചെയ്യാൻ പ്രേരണ പോലും ഉണ്ടാകരുത്. അങ്ങനെ പ്രേരണ വന്നാൽ അതിനെ ശാസിക്കണം. ആത്മഹത്യ ചെയ്താൽ നീ സ്വർഗത്തിൽ പോകുകയല്ല. ആത്മഹത്യ ചെയ്താൽ അവൻ നീ നശിച്ചു പോകും, നരകത്തിൽ പോകും. ആത്മഹത്യ പരിഹാരമല്ല, പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും സകല വിഷയങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുവാൻ, പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ആരേലും ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ ഈ യോഗം കൂടെ കഴിഞ്ഞ് യാകാൻ തീരുമാനിച്ചു പാസ്റ്ററെ, ഏതായാലും പാസ്റ്ററേയും കൂടെ ഒന്ന് കണ്ടേച്ച്. സ്തോത്രം. എന്റെ പ്രിയരെ, ആത്മഹത്യ പരിഹാരമല്ല, പരിഹാരം ക്രിസ്തുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവാ വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരൂ. അവൻ രാജാവാൻ വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരൂ. ഓ എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ഓ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഒരിക്കൽ കൂടെ പറയട്ടെ, ആത്മഹത്യ പരിഹാരമല്ല, നാട് വിട്ടോടുന്ന പരിഹാരമല്ല, അവൻ ലഹരി മരുന്ന് പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, അവൻ ഒളിച്ചിരിക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള നാസറായൻ ഇന്ന് പകലതിന് നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള ഭാരമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നടകൊള്ളുന്ന നാസറയൻ ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. വിശ്വസിക്ക്, വിശ്വസിക്ക്. മനോവേദനയോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ, ഒരു പക്ഷേ കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, ജോലിയുടെ വിഷയമായിരിക്കാം, ഭൗതിക വിഷയമായിരിക്കും, എന്തുമാകട്ടെ, സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി രോഗപീഠകളെ മാറ്റി നിനക്ക് സമാധാനം തരുവാൻ കഴിവുള്ള നാസറായൻ ഇന്ന് പകൽ ഇതിനകത്ത് നടകൊള്ളുകയാണ്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കട്ടെ, നിരാശകൾ മാറട്ടെ, രട്ടടിച്ച് സന്തോഷത്തെ കുടിപ്പിക്കുന്ന ദൈവശക്തി, നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവശക്തി, നിന്റെ ക്ലേശങ്ങളെ മാറ്റുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ.